പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങളെക്കുറിച്ചാണ്. ധാരാളം പ്രേക്ഷകർ ജ്യോതിഷ യോഗങ്ങൾ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ ചോദിക്കാറുമുണ്ട്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്ന ത്രിഗ്രഹ യോഗം ആദിത്യനും ബുധനും വ്യാഴവും ഒന്നിച്ചു നിന്നാലുള്ള യോഗ ഫലമാണ്. ആദ്യം നിങ്ങൾ എന്താണ് ഈ യോഗമെന്ന് ശ്രദ്ധിക്കുക. ഈ യോഗത്തിൻ്റെ ഫലം എന്താണെന്ന് കൂടെ അറിയുക. നേത്രാതുരോധി ധനവാൻ ശാസ്ത്രകലാ കാവ്യഗോഷ്ഠി ശില്പാദഃ വാക്പതിബുധ സൂര്യരേഖക്ഷഗതൈഹി ലിപികര പുരുഷഃ. ഇവിടെ ഈ ത്രിഗ്രഹ യോഗം, സൂര്യനും ബുധനും വ്യാഴവും തമ്മിലുള്ള യോഗം നല്ല ഒരു യോഗമാണ്. സ്വതവേ സൂര്യനും ബുധനും യോഗം ചെയ്താൽ നിപുണ യോഗമാണ്. വ്യാഴവും ബുധനും കൂടി യോഗം ചെയ്താൽ അവർ സംഗീത വാസനയിൽ വളരെ മികവുറ്റതായിരിക്കുമെന്നും പറയുന്നുണ്ട്. ഇവിടെ ബലവാനായ സൂര്യനും ബുധനും വ്യാഴവും ഒന്നിച്ച് യോഗം ചെയ്താൽ ആദ്യമായി പറഞ്ഞ ഫലം അദ്ദേഹം നേത്രരോഗി ആയിരിക്കുമെന്നാണ്. നേത്രാതുരഹ, നേത്രരോഗത്താൽ ബുദ്ധിമുട്ടുന്ന വ്യക്തിയായിരിക്കും അദ്ദേഹം. പിന്നീട് പറഞ്ഞ ഫലങ്ങളൊക്കെ മികച്ച ഫലങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. അതിധനവാൻ, അദ്ദേഹം അങ്ങേയറ്റം ധനികനായി ഭവിക്കുന്നു. ഇവിടെ സൂര്യനൊക്കെ വളരെ ബലവാനായിരിക്കണം. ഉദാഹരണമായി കർക്കിടക ലഗ്നമായി സൂര്യൻ ഉച്ചസ്ഥനായി നിൽക്കുക, അവിടെ ഭാഗ്യാധിപനായ വ്യാഴം നിൽക്കുക, അവിടെ ബുധനും കൂടി ഒന്നിച്ച് വന്നാൽ അതൊക്കെ വലിയ ധനിക യോഗത്തെ പ്രദാനം ചെയ്യും. അതിധനവാൻ, അയാൾ വലിയ ധനികനായി തീരുന്നു. അദ്ദേഹം ശാസ്ത്രങ്ങളിലും കലാവിദ്യകളിലും ഗദ്യപദ്യാദി കാവ്യവിഷയങ്ങളിലും അങ്ങേയറ്റം സമർത്ഥനാകും, നിപുണനാകുമെന്ന് സാരം. ശില്പവേലകളിൽ നൈപുണ്യം പുലർത്തുന്ന ഈ ത്രിഗ്രഹ യോഗമുള്ള വ്യക്തി ലേഖക വൃത്തിയിലും ലേഖനത്തിലും സമർത്ഥനായും ഭവിക്കുമെന്ന് സാരം. നല്ല ഒരു യോഗമാകുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക. നമസ്തേ.